തിങ്കളാഴ്ചയിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെന്ന് പറഞ്ഞത് ഫീഹി ഉലിത്തു, ആ ദിവസം ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസത്തിന് വലിയ മഹത്വമുണ്ട്. അത് സാധാരണ ദിവസങ്ങളെ പോലെ അല്ല. കാരണം തങ്ങൾ തന്നെ സാധാരണ വ്യക്തിത്വം അല്ല, അവിടുന്ന് അസാധാരണക്കാരാണ്. ഇന്നി ലസ്തു കഹൈഅതികും, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖളത്തിലും മനാമിലും പലതവണ തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരമേറ്റിത്തരണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മാത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകളേറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂഅലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ റബ്ബേ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ഖബൂലാക്കണം റഹ്മാൻ. ആമീൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഇപ്പൊ സ്നേഹം എന്നതിന് അറബിയിൽ പറയുന്ന ഒരു പദം, ഒരു പ്രയോഗമാണ് ഹുബ്ബ്. ഹുബ്ബ് എന്ന് പറയുന്ന ആ കലിമത്തിൽ രണ്ട് ഹർഫുകളുണ്ട്, ഹാ ബാ അല്ലേ? ഇപ്പം ഈ സഞ്ചാനോത്തിയ കുട്ടികൾക്ക് അറിയാം ഹൽക്കിന്റെ അർഫത്രയെന്ന് ചോദിച്ചാൽ ഹറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസും വഹ ഐനും വഹാഉൻ സുമ്മ ഐനും സുമ്മ ഹാ. അല്ലേ? ഹാ ഹൽക്കിന്റെ ഹർഫ. ഇവിടെ അൽഫിയ ഓതുന്ന കുട്ടികളുണ്ടാവും. ഇബ്നു മാലിക് തങ്ങൾ നഹ്വിന്റെ ഖായിദ പഠിപ്പിക്കാൻ വേണ്ടി അൽഫിയ എന്ന് പറയുന്ന കിതാബ് രചിച്ചു. നല്ല രസമാണത്. പോകുന്ന കുട്ടികൾക്കൊക്കെ വലിയ ആവേശമാണ്. കാരണം ഓരോ പദ്യങ്ങളാണ്. ആ പദ്യങ്ങൾ അതിൻ്റെ വല്ലാഹസിൽ എന്താണ് അവിടെ പറഞ്ഞ പ്രത്യേകമായ ഖായിദകൾ അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി മുസല്ലിയൻ അലാ റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശുറഫാ എന്നിങ്ങനെ ചൊല്ലി 1000 ബൈത്ത് പൂർത്തിയാകുമ്പോൾ അവരാവേശത്തോടെ പാടും വആലിഹിൽ ഉർദിൽ കിറാമിൽ ബററ വസുഹ്ബിഹിൽ മുൻതഖിബീനൽ ഖയ്യറാ. എന്തൊരു സന്തോഷമാണ്. നഹ്വിൻ്റെ ഓരോ ഖായിദകളും അൽഫിയ ഓതിയ കുട്ടികൾക്ക് എല്ലാം അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഹുബ്ബ് എന്ന് പറയുന്ന ആ കലിമത്തിലുള്ള രണ്ട് ഹർഫ്, ഒന്ന് ഹാ ആണ്, അത് ഹൽക്കിന്റെ ഹർഫാണ്. മറ്റൊന്ന് ബാ, അത് ഷഫത്തിന്റെ ഹർഫാണ്, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫാണ്. അപ്പൊ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ സ്നേഹം ചുണ്ടിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് പ്രവഹിക്കണം എന്ന് ഹുബ്ബ് എന്ന് പറയുന്ന ഈ കലിമത്ത് തന്നെ അറിയിക്കുന്നു എന്നും കൂടെ നാം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് ചുണ്ടിലൂടെ അങ്ങ് പ്രവഹിച്ച് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് മൗലിദുകൾ, മദ്ഹുകൾ, ബുർദകൾ, മീലാദ് ഘോഷയാത്രയിലൂടെ ചെല്ലുന്ന സ്വലാത്തുകൾ, സലാമുകൾ എല്ലാം വലിയ ബഹുമാനമുള്ളതാണ്. ഞാൻ ഈ ഖദീജ മൻസിൽ എന്ന് പറഞ്ഞപ്പോൾ വീടാണോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നാടിൻ്റെ പേരാണ് അല്ലേ ഖദീജ മൻസിൽ. ഇവിടുത്തെ ഒരു വീട് കൊണ്ട് അങ്ങനെ ഈ നാടിന് ആ പേര് അറിയപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ, ഒരു രാത്രിയിൽ ഖുർആൻ അവതരിച്ചപ്പോൾ, ആ രാത്രിക്ക് മാത്രമല്ല, ആ ദിവസത്തിന് മാത്രമല്ല, ആ ദിവസത്തിൻ്റെ തൊട്ട് മുമ്പ് ശേഷമുള്ള ദിവസങ്ങൾക്കല്ല, ആ മാസത്തിന് മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആൻ അവതരിച്ചത് കാരണം വലിയ ബഹുമാനം നൽകി. അതോടുകൂടെ ആ മാസത്തിൻ്റെ തൊട്ട് മുമ്പുള്ള 2 മാസത്തിനും വലിയ ബഹുമാനം അള്ളാഹു നൽകിയിട്ട് ആ മാസങ്ങളെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് റജബുൻ ഷഹറുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസം എന്നാണ്. വശഅബാനു ഷഹരി,
എൻ്റെ മാസമാണ് ശഅബാൻ എന്ന് തങ്ങൾ പറഞ്ഞു. ആ മാസങ്ങൾക്ക് വലിയ ബറകാത്തുകൾ അല്ലാഹു നൽകുകയും ദുആക്ക് പ്രത്യേകമായി ഇജാബത്തും ഇബാദത്തുകൾക്ക് അഅമാലുകൾക്ക് പ്രത്യേകം ഖബൂലും ആ മാസങ്ങൾക്ക് അല്ലാഹു നൽകി. മറ്റ് ധാരാളം ഫളായിലുകൾ മഹത്വങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കാരണം റമളാനുമായി ബന്ധപ്പെട്ട റമളാന് വലിയ ബഹുമാനം കിട്ടാൻ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ കാരണം. എന്നാൽ ഖുർആന്റെ ബഹുമാനം തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട അത് ഓതണമെങ്കിൽ അതിന് ധാരാളം ആദാബുകളുണ്ട്. മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം, വുളുവോടുകൂടായിരിക്കണം, ഖിബിലയിലേക്ക് തിരിഞ്ഞ് ചാരിയിരിക്കാതെ കാൽ നീട്ടാതെ ഒക്കെ ധാരാളം സുന്നത്തുകളും ആദാബുകളും പറയുന്നുണ്ട്. ഇനി ഒരാൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞില്ല, അവരും സങ്കടപ്പെടണ്ട, എനിക്ക് അറിയില്ലല്ലോ എന്ന നിലക്ക് വിഷമിക്കണ്ട. പഠിക്കാൻ സമയം ഉപയോഗപ്പെടുത്തണം. ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ ഓതാൻ തീരെ പറ്റാത്ത, അപ്പോൾ ഇന്നത്തെ കാലമല്ല, പഴയ കാലത്ത് അങ്ങനെ, ഇന്നിപ്പോൾ പഠിക്കാൻ സംവിധാനങ്ങൾ കൂടുതലാണ്. അങ്ങനെ അറിയാത്ത ആളുകളാണെങ്കിൽ പോലും അവർ അതിൻ്റെ ആദാബുകൾ പാലിച്ച് പരിശുദ്ധ ഖുർആൻ മറിച്ച് ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കിയാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ ഹർഫൻ ബിഹർഫ്, ഓരോ ഹർഫുകൾക്കും അല്ലാഹു വലിയ കൂലി ആ വ്യക്തിക്ക് അല്ലാഹു നൽകും. അത് ഖുർആന്റെ വലിയ ബഹുമാനമാണ്. ആ ഖുർആൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഖുർആന്റെ ബഹുമാനം അല്ലാഹു തന്നെ നമ്മോട് പറഞ്ഞത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതിനെ ഒരാൾക്കും മാറ്റിത്തിരുത്താൻ അവകാശമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൻ്റെ പൂർണ്ണ സംരക്ഷണം ഏറ്റെടുത്തു. അതുമാത്രമല്ല, ഖുർആന്റെ മുമ്പ് ധാരാളം അമ്പിയാക്കൾക്ക് കിതാബുകളും ഏടുകളും നൽകപ്പെട്ടിരുന്നു. പരിശുദ്ധ ഖുർആൻ വരലോടുകൂടെ അത് മുഴുവനും മൻസൂഖായി. ഇത്രയും വലിയ ബഹുമാനം ഖുർആനുണ്ടെങ്കിൽ ആ ഖുർആൻ ആർക്കാണ് അവതരിച്ചത്? അതാണ് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വ അൻസൽനാ ഇലൈക ദിക്റ, നബിയെ തങ്ങളിലേക്ക് നാം ഖുർആൻ അവതരിച്ചിരിക്കുന്നു, ഇറക്കിയിരിക്കുന്നു. ഇത്രയും വലിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്രയും വലിയ ബഹുമാനമുള്ള ഖുർആൻ ആർക്കാണ് അല്ലാഹു ഇറക്കി കൊടുത്തത്? റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അപ്പോൾ ആ തങ്ങളുടെ ബഹുമാനം എത്ര വലുതാണ്, എത്ര അലയാണ് അവിടുത്തെ മഹത്വം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വകാന ഫളലുല്ലാഹി അലൈക അളീമ, വലിയ സ്ഥാനത്തിൻ്റെ ഉടമയാണ് തങ്ങൾ. അത്രയും വലിയ ബഹുമാനമുള്ള തങ്ങളുടെ ജന്മം സംഭവിച്ച ആ സമയം, ആ ദിവസം, ആ മാസം ബഹുമാനമില്ലെന്ന് പറയാൻ, അങ്ങനെ പറയുന്ന ആളുകൾ ആരാണ്? അവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഏതൊരാൾക്കും അതിന് കൂടുതൽ അറിവൊന്നും വേണ്ട, ഏതൊരാൾക്കും മനസ്സിലാക്കും ഈ ബഹുമാനമുള്ള ഖുർആൻ ഇറക്കിയത് കാരണം മാസങ്ങൾക്കും മുമ്പുള്ള മാസങ്ങൾക്കും ദിവസങ്ങൾക്കും സമയങ്ങൾക്കൊക്കെ അള്ളാഹു ബഹുമാനം നൽകിയിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് അള്ളാഹു ഖുർആൻ നൽകിയ ആ തങ്ങളുടെ ജന്മം സംഭവിച്ച ദിവസവും വഖത്തും മാസവും എന്തുകൊണ്ടും ബഹുമാനമുള്ളതാണെന്നതിൽ ബുദ്ധിയുള്ള ആർക്കും അതിൽ തർക്കമില്ല. അതുമാത്രമല്ല, തിങ്കളാഴ്ചയിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഫീഹി ഉലിത്തു, ആ ദിവസം ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസത്തിന് വലിയ മഹത്വമുണ്ട്. അത് സാധാരണ ദിവസങ്ങളെ പോലെ അല്ല. കാരണം തങ്ങൾ തന്നെ സാധാരണ വ്യക്തിത്വം അല്ല, അവിടെ നിന്ന് അസാധാരണക്കാരാണ്. ഇന്നി ലസ്തു കഹൈഅതികും, പരിശുദ്ധമായ ഹദീസുകളിൽ ഒക്കെ വളരെ വ്യക്തമായി ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ വിശദീകരിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ
അത്രയും വലിയ ബഹുമാനമുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുക്കൾക്കും വലിയ ബഹുമാനമാണ്. നമുക്കറിയാം, പരിശുദ്ധ മക്ക ഉമ്മുൽ ഖുറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എല്ലാ നാടുകളുടെയും മാതാവ്. എന്തേ മക്കൾക്ക് ഇത്ര വലിയ ബഹുമാനം കിട്ടിയത്? അത് ബലദുൽ അമീന്റെ റഹ്മത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടാണ്. പരിശുദ്ധ മസ്ജിദുൽ മക്കയിലെ ഹറമും മദീനത്തെ ഹറമും മസ്ജിദുൻ നബവിയും ബൈത്തുൽ മുഖദ്ദസ് ഉൾപ്പെടെയുള്ള പള്ളികൾക്കൊക്കെ വലിയ ബഹുമാനമാണ്. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. തങ്ങളെ ഭാര്യമാരാകുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവർക്ക് വലിയ ബഹുമാനമാണ്. അത് തങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. തങ്ങളുടെ മക്കൾ അഹ്ലുബൈത്ത്, അവരെ മക്കൾ, പേരമക്കൾ ഉൾപ്പെടെ അവർക്ക് സയ്യിദന്മാർക്ക് വലിയ ബഹുമാനമാണ്. അത് തങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. ആലിമീങ്ങൾക്ക്, ഉലമാഇന് വലിയ ബഹുമാനമാണ്. തങ്ങൾ ഉൾപ്പെടെയുള്ള അംബിയാഇന്റെ വാരിഥ്യങ്ങളാണ്, അനന്തരക്കാരാണ് പണ്ഡിതന്മാർ എന്നുള്ളത് കൊണ്ട് തങ്ങളുമായി ബന്ധപ്പെട്ട ആ വലിയ ബഹുമാനം ആലിമീങ്ങൾക്കുണ്ട്. ലോകത്ത് ശ്രേഷ്ഠമായ വെള്ളങ്ങളിൽ ഹൗദുൽ കൗസറും സംസമും മാഉ സംസമുമാണെങ്കിൽ ആ വെള്ളങ്ങളെക്കാളൊക്കെ ഏറ്റവും വലിയ മഹത്വം റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ വിരലുകൾക്കിടയിലൂടെ വന്ന വെള്ളത്തിനാണ്. എന്തേ അതിൻ്റെ കാരണം? അത് തങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ്. തങ്ങളെ സ്വഹാബത്തിന് വലിയ ബഹുമാനമാണ്. അത് തങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. അസ്ഹാബി കന്നജൂം ഫബി അയ്യിഹിം യഖ്തദൈതും ഇഹ്തദൈതും. ചുരുക്കി പറഞ്ഞാൽ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കൾക്കും വലിയ ബഹുമാനമുണ്ടെന്നതിൽ ഒരാൾക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല ഈമാനുള്ളവർക്ക്. അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ ജന്മസമയത്തിനും ജനിച്ച ദിവസത്തിനും ജനിച്ച മാസത്തിനും ബഹുമാനമുണ്ടെന്ന് നമുക്കെല്ലാം ഉറപ്പുള്ളതാണ്. അതിനാൽ എൻ്റെ പ്രിയമുള്ള മുസ്ലിം സഹോദര സഹോദരിമാരെ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞതുപോലെ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അവിടെ ബിറഹ്മതിഹി, റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാനാണ് പറഞ്ഞത്. ആരാണ് റഹ്മത്ത്? ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അത് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ആ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം. ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ സമ്മേളനം. ഇപ്പൊ തങ്ങളോട് എനിക്ക് ഹബ്ബ്, ഇപ്പൊ സ്നേഹം എന്നതിന് അറബിയിൽ പറയുന്ന ഒരു പദം, ഒരു പ്രയോഗമാണ് ഹബ്ബ്. ഹബ്ബ് എന്ന് പറയുന്ന ആ കലിമത്തിൽ 2 ഹർഫുകളുണ്ട്, ഹാ ബാ, അല്ലേ? ഇപ്പം ഈ സഞ്ചാനോത്തിയ കുട്ടികൾക്ക് അറിയാം ഹൽക്കിന്റെ ഹർഫ് എത്രയെന്ന് ചോദിച്ചാൽ ഹറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസും വഹ ഐനും വഹാഉൻ സുമ്മ ഐനും സുമ്മ ഹാ. അല്ലേ? ഹാ ഹൽക്കിന്റെ ഹർഫ. ഇവിടെ അൽഫിയ ഓതുന്ന കുട്ടികളുണ്ടാവും. ഇബ്നു മാലിക് തങ്ങൾ നഹ്വിന്റെ ഖായിദ പഠിപ്പിക്കാൻ വേണ്ടി അൽഫിയ എന്ന് പറയുന്ന കിതാബ് രചിച്ചു. നല്ല രസമാണത്. പോകുന്ന കുട്ടികൾക്കൊക്കെ വലിയ ആവേശമാണ്. കാരണം ഓരോ പദ്യങ്ങളാണ്. ആ പദ്യങ്ങൾ അതിൻ്റെ വല്ലഹാസൽ എന്താണ് അവിടെ പറഞ്ഞ പ്രത്യേകമായ ഖായിദകൾ അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി മുസല്ലിയൻ അല റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശുറഫാ എന്നിങ്ങനെ ചൊല്ലി 1000 ബൈത്ത് പൂർത്തിയാകുമ്പോൾ അവരാവേശത്തോടെ പാടും വആലിഹിൽ ഉർദിൽ കിറാമിൽ ബററ വസുഹ്ബിഹിൽ മുൻതഖിബീനൽ ഖയ്യറാ. എന്തൊരു സന്തോഷമാണ്. നഹ്വിൻ്റെ ഓരോ ഖായിദകളും അൽഫിയ ഓതിയ കുട്ടികൾക്ക് എല്ലാം അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഹബ്ബ് എന്ന് പറയുന്ന ആ കലിമത്തിലുള്ള 2 ഹർഫ്, ഒന്ന് ഹാ ആണ്,
അത് ഹൽക്കിൻ്റെ ഹർഫാണ്. മറ്റൊന്ന് ബാ, അത് ഷഫത്തിൻ്റെ ഹർഫാണ്, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫാണ്. അപ്പം മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈ സ്നേഹം ചുണ്ടിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് പ്രവഹിക്കണം എന്ന് ഹബ്ബ് എന്ന് പറയുന്ന ഈ കലിമത്ത് തന്നെ അറിയിക്കുന്നു എന്നും കൂടെ നാം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് ചുണ്ടിലൂടെ അങ്ങ് പ്രവഹിച്ച് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് മൗലിദുകൾ, മദ്ഹുകൾ, ബുർദകൾ, മീലാദ് ഘോഷയാത്രയിലൂടെ ചെല്ലുന്ന സ്വലാത്തുകൾ, സലാമുകൾ എല്ലാം വലിയ ബഹുമാനമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഞാൻ സംസാരം ചുരുക്കി. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ഈ നാട്ടിൽ ഈ സ്ഥാപനത്തിൻ്റെ കീഴിലായി ഈ വർഷവും വരും വർഷങ്ങളിൽ വളരെ പ്രൗഢമായി ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസുകൾ, മൗലിദിൻ്റെ സദസ്സുകൾ നടക്കും. നാമും ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങളിലൊക്കെ ഉണ്ടാകണം. അത് നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വലിയ വഴിയാണ്. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ, അതുപോലെ അസുഖങ്ങൾ സുഖപ്പെടാൻ, കടങ്ങൾ വീടാൻ, ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, ടെൻഷനുകൾ നീങ്ങിക്കിട്ടാൻ, അങ്ങനെ ദുനിയാവും ആഖിറവും സന്തോഷത്തിലാകാൻ തങ്ങളുടെ മദ്ഹ്, മഹബ്ബത്ത് അത് മതിയാകുന്നതാണെന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഹിക്മ ദർസിൻ്റെ ഉദ്ഘാടനം എന്ന നിലക്ക് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഏറ്റു പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ വഅദബൻ കാമില റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരു 3 സ്വലാത്ത് ചൊല്ലുക. ദുആയിലേക്ക് കടക്കുകയാണ്. 3 സ്വലാത്ത് അങ്ങ് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ സമ്മേളിച്ചവരുണ്ടോ നീ അത് പൂർത്തീകരിക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം അല്ലാഹ്. എല്ലാവരും റബീഉൽ അവ്വൽ മാസമാണല്ലോ. റബീഉൽ അവ്വൽ 12 പുലർച്ചെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട ആ സമയം മദ്ഹിലായി, മഹബത്തിലായി ജൽസ മീലാദ് എന്ന പേരിൽ ബയാർ മുജമ്മയിൽ വർഷങ്ങളായി നടന്നു വരുന്ന ജൽസ മീലാദ് മൗലിദ് സദസ്സ് ഈ വർഷവും പ്രൗഢമായി നടക്കും. സെപ്റ്റംബർ 5-ാം തീയതി വെള്ളിയാഴ്ച സുബഹിയുടെ മുമ്പ് 3 മണിക്ക് തുടങ്ങി സുബഹി വാങ്കോടുകൂടി അവസാനിക്കും. ഇതും ശ്രേഷ്ഠമായ മൗലിദിൻ്റെ മഹബത്തിൻ്റെ മദ്ഹുർ റസൂൽ സമ്മേളനമാണ്. ഈ സദസ്സിൽ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളൊക്കെ വലിയ ഒരു സ്വതക്ക ഇന്നത്തെ ഈ മജ്ലിസിൽ നിങ്ങളെല്ലാവരും കരുതി വെക്കുക. ദുആ കഴിഞ്ഞ ഉടനെ ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളിവിടെ ഏൽപ്പിക്കുക. അള്ളാഹു കബൂലാക്കി തരട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ അസുഖങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരട്ടെ. 2 ലോകവും അള്ളാഹു സന്തോഷമാക്കി തരട്ടെ. അപ്പോൾ ആ ഒരു നിയ്യത്തിലാവാം ഇൻഷാ അല്ലാഹ്. തങ്ങളെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد
كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا وأنت وسيلتنا أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وصحاب سيدنا ومولانا محمد صلى الله عليه وسلم، كما صليت وسلمت وباركت على سيدنا إبراهيم عليه السلام وعلى آل سيدنا إبراهيم عليه السلام في العالمين إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا. ശ്രേഷ്ഠമായ മദ്ഹിന്റെ മഹബത്തിന്റെ പവിത്ര മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ഞങ്ങളെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ ഖൽബ് നിറക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാൻ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഖൽബ് പോലെ ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ർ, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാൻ യാ അല്ലാഹ്, യാ റഹീം യാ അല്ലാഹ്, യാ മലിക് യാ അല്ലാഹ്. ليس لدينا عمل يقدمنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة
حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് ഖൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം അല്ലാഹ്. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഇയറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ മജ്ലിസുമായി ഈ സ്ഥാപനവുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച് കടപ്പെട്ടവർ, ഇവിടെ കൂടിയ സയ്യിദുമാർ, ഉലമാ, ഉമറാ, സർവ്വജനങ്ങളും ദ്വാരക്കാൻ കടപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ടവരും ഉൾപ്പെടെ സകലർക്കും സകല തെറ്റുകുറ്റങ്ങളും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്. ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കി തരണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറിമുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാഹ്. പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാളെയും ICUവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ആ നിലക്ക് അബോധാവസ്ഥയിൽ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ മക്കളല്ലാതെ സങ്കടപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് അക്മലുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ജോലിയിലും ഈ സ്ഥാപനത്തിൽ ഇവിടെ കൂടിയ സർവരിലും ഖൈറാത്ത് ബറകാത്ത് ഏറ്റിത്തരണം അല്ലാഹ്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. അല്ലാഹ് സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മാത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. കുടുംബം ഛിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹറോ ഐനോ ശൈത്വാനോ ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാഹ്. ശൈത്വാനെ ഹലാക്കാക്കണം അല്ലാഹ്. സാഹിരീങ്ങൾ, ഹാസിദീങ്ങൾ, ളാലിമീങ്ങൾ, കുഫാരീങ്ങൾ, ഫത്താനീങ്ങൾ, മുഫ്സിദീങ്ങൾ, മുതകബ്ബിരീങ്ങൾ, മുബ്തദഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷർറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ.
റഹ്മാനെ. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും വിട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഹൈറായ ഇണകളെ നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ പണി, മസ്ജിദ്, ബിൽഡിംഗ്, സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തീകരിക്കണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവരുണ്ട്, ഹൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖളത്തിലും മനാമിലും പലതവണ തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരമേറ്റിത്തരണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മാത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകളേറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂഅലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ റബ്ബേ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ഖബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. യാ റബ്ബനാ അൻത മൗലാനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.